ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 രണ്ടാം ഘട്ടത്തിലൂടെയാണ് നാം വിജയകരമായി യാത്ര ചെയ്യുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ സ്നേഹത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. 2000 വർഷങ്ങൾക്കിപ്പുറവും ആ സ്നേഹം നുകർന്ന് ജീവിക്കുന്ന പുതിയ 3 ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. എവിടെ നിന്നാണ്? ഷൊർണൂരിന്ന്. നിങ്ങളുടെ ഇടവകയിൽ എത്ര കുടുംബാംഗങ്ങളാണ്? 120. മാതൃവേദിയിൽ എത്ര പേരുണ്ട് സജീവമായിട്ട്? 50 പേര്. 50 പേരുണ്ട്. 50 പേരിൽ നിന്നാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത 7 പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളോട് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബൈബിളെ കുറിച്ച് അങ്ങനെ കൂടുതൽ പഠിക്കുകയൊന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും വരാൻ തുടങ്ങി. ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത് ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് നേരത്തെ തുടങ്ങായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം തൊട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. അത് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ ആൾക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിൽ ഓപ്പറേഷത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പട്ടത്തച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോയി. അവിടെ അച്ഛൻ തലയിൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമാകാത്തത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം ഞങ്ങൾക്ക് തന്നു. അതിൽ ഞങ്ങളത് വിശ്വസിച്ച് പിന്നെ അങ്ങയുടെ തിരത്തം കൊണ്ട് കഴുകി വിശദീകരിക്കുക. ഞങ്ങൾ ആ വചനം റൂമിലിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു. തീർച്ചയായും വചനത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് വചനം ഒരിക്കലും നഷ്ടമാകുന്നില്ല. വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് നമുക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റിയിരിക്കുകയാണ്. ഒരാൾ ഫ്രണ്ടിലേക്ക് വരിക, നിങ്ങൾക്ക് ലോട്ട് എടുക്കാം. നമുക്ക് കിട്ടുന്ന ഡെസ്ക് ഏതാണെന്ന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1ാമത്തെ ടേബിളാണ്. ഹാപ്പിയാണോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഏതായിരുന്നു ലഭിച്ചത്? 3 ഓക്കെ, പോയിക്കോളൂ. 2ാമത്തെ ടീമും റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എവിടെ നിന്നാണ് വരുന്നത്? മംഗലംഡാമിൽ നിന്ന് വരുന്നു. മംഗലംഡാം. എത്ര അംഗങ്ങളുണ്ട് നിങ്ങളവിടെ? 370ഓളം ഉണ്ട്. നിങ്ങൾ മാതൃവേദി സജീവമാണോ? സജീവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം? വളരെ നല്ല അനുഭവമായിരുന്നു. നമ്മൾ വചനത്തോട് കൂടുതൽ അടുക്കാനും കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും ബൈബിള് വായിക്കുന്തോറും അതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് നന്നായി മനസ്സിലാക്കാനും സാധിച്ചു. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം തൊട്ട ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ മോള് 12 വയസ്സിൽ ക്യാൻസർ ബാധിതയായിട്ട് 4th സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ മടിയിൽ അവൾ ഇരിക്കുന്നതായിട്ടാണ് എല്ലാവരും കാണുന്നത്. അച്ഛന്മാർ പ്രാർത്ഥിക്കുമ്പോഴും അതെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ അതൊരു 4th സ്റ്റേജിൽ നിന്ന് അവളിപ്പം റിക്കവറായിട്ട് ഒരു കുഴപ്പമില്ലാതെ 4 വർഷത്തിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ ഇപ്പം MCOM വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ വചനത്തിൽ അടിയുറച്ച മാൻപേട തുള്ളിച്ചാടി പോകുന്നത് പോലെ നിൻ്റെ കാലുകൾക്ക് അവിടുന്ന് ബലം നൽകും എന്നാണ് ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ
ജപമാലയുടെ ഒരു വലിയൊരു ശക്തി ഞങ്ങൾ കണ്ടു. അവൾ ഈ കീമോതെറാപ്പിയുടെ ഇടയ്ക്കും കൊന്ത കെട്ടാൻ ഞാനാണ് അവളെ ശീലിപ്പിച്ചത്. അതുപോലെ അവളെ വിസിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഞങ്ങൾ കൊന്ത കൊടുത്ത് അവരുടെ എല്ലാം പ്രാർത്ഥനകൾ നേടിയെടുത്തു. ആ നേട്ടമാണ് അവളുടെ ആരോഗ്യം. തീർച്ചയായും നമ്മൾ കേട്ടത് വലിയൊരു സാക്ഷ്യമാണ്. ദൈവം നമ്മളെ എപ്പോഴും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ട് വരാം, ഒരു ലോട്ട് എടുക്കാം, നമ്മുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെ ടേബിളാണ്. ഹാപ്പിയാണോ? വയ്ക്കും. ദൈവം ഓരോ രീതിയിലാണ് ഓരോ വ്യക്തികളുടെ മേലും ഇടപെടുന്നത്. 2 സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. അടുത്ത ടീം റെഡിയാണ്, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ അഗളി ഫാത്തിമ മദ ചർച്ച്. അഗളി ടീം, നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അനുഭവം നമ്മുടെ ശാലോം ടീം പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 8 വർഷമായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുകയായിരുന്നു. മകൻ സൗദിയിലായിരുന്നു. മകൻ്റെ വിവാഹം നിശ്ചയിച്ചത് ഭർത്താവിൻ്റെ ലീവ് കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 2-ാം തീയതി വിവാഹം നിശ്ചയിച്ചിട്ട് ജൂലൈ 31 അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനി കോവിഡ് കാലത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് വരാനുള്ള ടിക്കറ്റ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഇനി 1 വർഷത്തേക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മകൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി വിദേശത്തേക്ക് പോകുവാനായിട്ടെല്ലാം റെഡിയായി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാശ്രയവും കാണാതെ വന്നപ്പോൾ ഞാൻ ഒരു 3 വെള്ളിയാഴ്ച ഉപവസിച്ച് ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എൻ്റെ ഭർത്താവിന് നാട്ടിൽ വരാനുള്ള ഒരവസരം ഉണ്ടാക്കി തരണമേ ദൈവമേ. ഇതിൽ ആർക്കും ഇടപെടാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കല്യാണത്തിന് വരാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും ആ പെൺകുട്ടി വിദേശത്ത് പോകുന്നതിന് മുമ്പും സെപ്റ്റംബർ 21-ാം തീയതി അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മേലധികാരികളിൽ ഒരാൾ ഈ സങ്കടം മനസ്സിലാക്കി അദ്ദേഹത്തിന് നാട്ടിൽ പോരുവാനുള്ള ടിക്കറ്റ് അനുവദിച്ചു കൊടുത്തു. 3 വർഷമായിരുന്നു നാട്ടിൽ വന്നിട്ട്. അത്രയും അധികം അവധിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം വേദനിച്ചിരുന്ന സമയമായിരുന്നു. കോവിഡ് കാലത്ത് ഒരു കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റാതിരുന്ന അവസരമായിരുന്നു. തീർച്ചയായും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരാം, ലോട്ട് എടുക്കാം, നിങ്ങളുടെ ഡെസ്ക് ഏതാണെന്ന് തീരുമാനിക്കാം. രണ്ടാമത്തെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സന്തോഷമാണോ? പോവാം. വചനത്തിൽ ഏകരായി നിൽക്കുന്ന കുറെ നല്ല അമ്മമാരാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. ടീം അഗളി, ടീം മംഗലം ഡാം, ടീം ഷൊർണൂർ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. സ്വാഗതം ചെയ്യാം റെവറൻഡ് ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കനിവാർന്ന തേജസ്സാർന്ന മുഖമാണ്. വചനം ദൈവത്തിൻ്റെ അവതീർണമായ മുഖമാണ്. ആ വചനത്തിൻ്റെ പഠനത്തിൻ്റെ യാത്രകളിലാണ് നിങ്ങൾ. പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് ടീം ഷൊർണൂർ, ടീം അഗളി, ടീം മംഗലം ഡാം. 3 ടീമുകൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ടീം ഷൊർണൂർ, കഴിഞ്ഞ മത്സരം കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ഒരുക്കങ്ങൾ നടത്തിയത്? കൂടുതലായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചേർന്ന് പഠിക്കാനും കൂടുതലായിട്ട് ബൈബിൾ വായിച്ച് പഠിക്കാനും നന്നായിട്ട് പരിശ്രമിച്ചു. എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചു. അഗളി, CCC ഒക്കെ പഠിക്കാൻ എളുപ്പമായിരുന്നു? അല്ലായിരുന്നു. ഇത്ര എളുപ്പമുള്ള ഒരു ഗ്രന്ഥം, തിരുസഭയുടെ മധുരമാർന്ന പ്രബോധനങ്ങൾ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ആരാണ് നിങ്ങളുടെ വികാരിയച്ഛൻ? ഫാദർ മാർട്ടിൻ. ബിജോച്ചനായിരുന്നു. ബിജോച്ചൻ ട്രാൻസ്ഫർ ആയി. ഞങ്ങൾ പോരുന്നതിന്റെ തലേദിവസം പുതിയ വികാരിയച്ഛൻ വന്നു. ഡയറക്ടറായിരുന്നു നിങ്ങളുടെ വികാരിയച്ഛൻ. അച്ഛൻ നിങ്ങളെ CCC പഠിപ്പിക്കാനൊക്കെ സഹായിച്ചില്ലേ? അച്ഛൻ തിരക്കിലായിരുന്നു, മാറിപ്പോകുന്നതിന്റെ തിരക്കിലായിരുന്നു. എന്നാലും നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു. ആണല്ലേ, പഠിപ്പിക്കാൻ സഹായിച്ചിരുന്നു. ടീം മംഗൽ ഡാം, CCC നന്നായിട്ട് പഠിച്ചോ? നന്നായി പഠിച്ചിട്ടുണ്ട്. ഒരുവിധം പഠിച്ചു. നല്ല രസമല്ലായിരുന്നു? പഠിക്കാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, വായിച്ചു വന്നപ്പോൾ രസമുണ്ട്. രസകരമായി അനുഭവപ്പെട്ടു. ഈ മത്സരവും നിങ്ങൾക്ക് രസകരമായി അനുഭവപ്പെടട്ടെ. നമുക്ക് ആരംഭിക്കാം. ഈ റൗണ്ടിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഒരു ടീമിനോട് ചോദ്യം ചോദിക്കും. അവരുത്തരം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരം എഴുതും.
അതിനുശേഷം ചോദ്യം നൽകപ്പെട്ട ടീമിനോട് ഉത്തരം പറയാൻ ആവശ്യപ്പെടും. അവരുടെ ഉത്തരം ശരിയെങ്കിൽ 30 പോയിന്റ് ലഭിക്കും. ഇനി അതേ തുടർന്ന് നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ടീമിൻ്റെ ഉത്തരങ്ങൾ ശരിയെങ്കിൽ അവർക്കും ലഭിക്കും 20 പോയിന്റ് വീതം. അങ്ങനെ ഓരോ ചോദ്യത്തിനും പോയിന്റ് നേടാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കുള്ളത്. അതൊരു രസമുള്ള കാര്യമല്ലേ? നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ടീം ഷൊർണൂറിനുള്ളതാണ്. സ്കോർ ബോർഡ് തുറക്കാൻ പോകുന്നത് നിങ്ങളാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്താലാണ് അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ അരുൾ ചെയ്തത്? നിങ്ങൾ എന്ത് ചെയ്താലാണ് അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന് ഈശോ അരുൾ ചെയ്തത്? നിങ്ങൾ ടീം ഷൊർണൂർ, നിങ്ങൾ ഇവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമമായിരുന്നു, അതോ വല്ലാതെ ആവേശഭരിതയായി മാറിയതാണോ? അല്ല, പഴയ റൗണ്ട് പോലെ വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എനിക്കതിനകത്തൊരു തടസ്സമില്ല. നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് ഈ പോയിന്റ് കൊടുക്കുന്നത് എനിക്ക് സന്തോഷകരം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ടീം ഷൊർണൂർ, എത്ര പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടുക? 30 പോയിന്റുകൾ നൽകുന്നു. അഭിനന്ദനങ്ങൾ. അഗളി, എന്താണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതാണ് നിങ്ങളുടെ ഉത്തരം. ടീം മംഗൽഡാം, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഇവയെല്ലാം മറ്റുള്ളവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. കൊള്ളാം. ടീം മംഗൽഡാമിനും ടീം അഗളിക്കും 20 പോയിന്റുകൾ വീതം ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. അഗളിക്കാർ, കഴിഞ്ഞതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. ഇത് നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്ത് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ഈശോ പറഞ്ഞത്? എന്ത് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ഈശോ പറഞ്ഞത്? സമയം പൂർത്തിയാകുന്നു. ക്യാപിയർപൻ, ടീം അഗളി. അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഉത്തരം ശരിയാണ്. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. ഈശോ ശക്തമായി അപലപിക്കുന്ന ഒരു തിന്മ അനീതിയാണ്. വളരെ ഒറ്റ വാക്കിൽ ലഘുവായി പറഞ്ഞാൽ നീതി എന്നത് അർഹിക്കുന്നവന് അർഹിക്കുന്നത് ലഭിക്കണം, അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കലാണ് നീതി എന്ന് പറഞ്ഞാൽ, ഒരു പറമ്പിൻ്റെ വേലി മാറ്റി കെട്ടുമ്പോൾ അത് അവൻ്റേതാണ്, അവൻ അർഹിക്കുന്നതാണ്, അത് അവന് തന്നെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നീതി. പക്ഷേ അതിനെക്കുറിച്ച് മാത്രമല്ല നീതിയെക്കുറിച്ച് പറയുന്നത്. മാതാപിതാക്കൾ അർഹിക്കുന്ന ആദരവ് അവർക്ക് കൊടുക്കേണ്ടത് നീതിയാണ്. കുഞ്ഞുങ്ങൾ അർഹിക്കുന്ന വാത്സല്യം അവർക്ക് കൊടുക്കുന്നത് നീതിയാണ്. ഇടവക ദേവാലയം ആ കൂട്ടായ്മ അർഹിക്കുന്ന പങ്കാളിത്തവും അതിനോടുള്ള ബന്ധവും സ്നേഹവും കൊടുക്കുക എന്നുള്ളത് നീതിയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹവും മറ്റാർക്കും കൊടുക്കുന്നതിനേക്കാൾ ശക്തമായി കൊടുക്കണമെന്നുള്ളത് ദൈവത്തോടുള്ള നീതിയാണ്. നീതി പ്രവർത്തിക്കാതിരിക്കുന്നതാണ് അനീതി. അത് ദൈവം ശക്തമായി അപലപിക്കുന്ന തിന്മയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. മംഗലണ്ട, എന്താണ് നിങ്ങളുടെ ഉത്തരം? അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശരി. ഷൊർണൂർ, ഞങ്ങൾ തൊട്ട് മുൻപത്തെ സെന്റൻസ് എഴുതി പോയത്. എഴുതിയത് പറഞ്ഞു. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. വചനം ശരിയാണ്, പക്ഷേ ഉത്തരം തെറ്റാണ്. ടീം മംഗലം മാത്രം 20 പോയിന്റ് ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. മംഗലം ഡാം, ആലോചിച്ച് ഉത്തരം പറയേണ്ട എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുകയും.
ആരാണ് ഈ അവർ, ആരാണ് ഈ അവൻ? ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. ക്യാപിയർബൻ മംഗൾഡാം, ഉത്തരം അറിയാവോ? അറിയാം എങ്കിൽ പറയൂ. അവർ അക്വിലായും പ്രിസില്ലായും. പൗലോസ്. അവൻ എന്ന് പറഞ്ഞത് പൗലോസ്. പൗലോസ് ലേഹയെ കുറിച്ചാണ്. വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ലീഹ. വിശുദ്ധ പൗലോസ് ലേഹയെ കുറിച്ചാണ് അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ എന്ന് പറയുന്നത് അക്വിലായും പ്രിസില്ലായും. പ്രിസില്ലായുമാണ്. അവർ ആദിമസഭയിലെ ഡീക്കന്മാരായിരുന്നിരിക്കണം എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. എന്തായിരുന്നു അവരുടെ ജോലി അതറിയാമോ? കൂടാരപ്പണിയായി. കൂടാരപ്പണിയായിരുന്നു. ടെന്റ് ഉണ്ടാക്കുന്നതായിരുന്നു അവരുടെ ജോലി. ടീം മംഗൾഡാം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഷൊർണൂർ. അക്വിലായും പ്രിസില്ലയും. രണ്ടുപേരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അഗളി. അവർ അക്കീല പ്രഷില്യ, അവൻ വിശുദ്ധ പൗലോസ്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് മാത്രം 20 പോയിന്റ് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ആരാണ് അവർ, ആരാണ് അവൻ? രണ്ടും ചേർന്നാലേ അതിന്റെ ഉത്തരവാകുന്നുള്ളൂ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്, ആരൊക്കെയാണ് വിജയത്തിലേക്ക് നടക്കുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്കോർ ബോർഡ്. ടീം ഷൊർണൂർ 30 പോയിന്റ്സ്, ടീം അഗളി 70 പോയിന്റ്സ്, ടീം മംഗലം ഡാം 70 പോയിന്റ്സ്. ഇവിടെ മാറ്റുരയ്ക്കപ്പെടുന്നത് നിങ്ങളുടെ അറിവ് മാത്രമല്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പും കൃത്യസമയത്ത് മറ്റു 2 ടീമുകൾക്ക് മുൻപേ ബസർ ചെയ്യാനുള്ള ധൈര്യവുമാണ്. ഇത് രണ്ടുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ ലഭിക്കാനിരിക്കുന്ന 30 പോയിന്റുകളാണ്. ബസർ ചെയ്തിട്ട് തെറ്റിയാൽ അഥവാ ഉത്തരം പറയാൻ കഴിയാതെ വന്നാൽ നിങ്ങളുടെ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഉത്തരം തെറ്റിയാൽ ആ ചോദ്യം വലതുവശത്തെ ടീമിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ. ആരാണ് ബസർ ചെയ്തത്? ടീം അഗളി. അറിയാതെ ബസർ ചെയ്തു പോയതാണോ? അല്ല, അറിഞ്ഞിട്ട് തന്നെയാണ്. നിങ്ങളുടെ ഉത്തരം പറയൂ. കർത്താവ് രാത്രിയിൽ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞതാണ്, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആർക്കും നിന്നെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ കഴിയുകയില്ല, ഈ നഗരത്തിൽ എനിക്ക് വളരെയധികം ആളുകളുണ്ട്. ഇതൊരു നല്ല തന്ത്രമാണ്. കാരണം ആ ചോദ്യത്തിൻ്റെ ആ പ്രദേശം മുഴുവൻ അങ്ങ് പറയുവാണെങ്കിൽ ക്വിസ് മാസ്റ്റർ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തിക്കൊള്ളുമല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഉത്തരമല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ യു ആർ ഡിസ്ക്വാളിഫൈഡ്. അതാണ് സംഭവം. നിർഭാഗ്യവശാൽ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉത്തരം പറഞ്ഞു. നമുക്ക് ചോദ്യം എന്താണെന്ന് കേൾക്കാം. ചോദ്യം ഇതാണ്: ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. ആര് ആരോട് എപ്പോൾ പറഞ്ഞതാണിത് എന്നതാണ് ചോദ്യം. ഇത് 3 അറിയാമെങ്കിൽ മാത്രം ബസർ ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ പൂർണ്ണരൂപം. ടീം അഗളി, എടുത്തുചാട്ടം പലപ്പോഴും വിനയായി മാറാം. മംഗലണ്ട, ഉത്തരം അറിയാമോ? എങ്കിൽ പറഞ്ഞോ. പൗലോസിനോട് പറഞ്ഞു. വിശുദ്ധ പൗലോസ്. തെറ്റാണ് ടീം മംഗലണ്ട. ഷൊർണൂർ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു. ഉത്തരം ശരിയാണ്. 3 കാര്യങ്ങൾ. എപ്പോൾ? രാത്രിയിൽ. ആര്? കർത്താവ്. ആരോട്? പൗലോസിനോട്. ടീം ഷൊർണൂർ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 20 പോയിന്റുകൾ നേടുന്നു. അഭിനന്ദനങ്ങൾ. ടീം അഗളി, കഥ പൂർണ്ണമാകുന്നില്ല. എന്താണ് ബാക്കിയുള്ളത്? 10 പോയിന്റ് തിരിച്ചു തരാനുണ്ട്. തരൂ. ചോദ്യം ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആലോചിച്ച് നന്നായി ചോദ്യം കേട്ട് ഉത്തരം പറയണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. മംഗലണ്ട, എന്താണ് ഉദ്ദേശം? ഈ ചോദ്യം എങ്ങോട്ടാണെന്ന് വല്ല ധാരണയുണ്ടോ? ഉണ്ടോ? തോന്നി.
എങ്കിൽ ആ തോന്നിയത് പറയൂ, കേൾക്കട്ടെ. അപ്പോളോസിനാണ് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിവുണ്ടായിരുന്നത്. ചോദ്യം അവൻ പൂർത്തിയായി. വിശുദ്ധ ലിഖിതങ്ങളിൽ മുഴുവൻ പറയാണ്. ഉത്തരം മാത്രം പറയാം. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടില്ല, മൈനസ് പോയിന്റ്. അപ്പോളോസ് എന്നതാണ്. അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിനുണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നതാണ് ചോദ്യം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്, മംഗലം. അത് അപ്പോളോസ് എന്ന പേരുള്ള അലക്സാണ്ട്രിയനായ യഹൂദനെ കുറിച്ചാണ്. അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ ലഭിക്കുന്നു. ചില വല്ലാത്ത ധൈര്യങ്ങൾ ചില സമയത്ത് നമ്മളെ സഹായിച്ചെന്നിരിക്കും, അല്ലേ? ഒരുപക്ഷെ ഞാനത് പൂർത്തിയാക്കാൻ നിന്നിരുന്നെങ്കിൽ മറ്റാരെങ്കിലും ബസർ ചെയ്തേനെ. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: പഴയ നിയമ ദേവാലയത്തിൻ്റെ, അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ കേന്ദ്രമാണ് അതിവിശുദ്ധ സ്ഥലം. അതിൻ്റെ കേന്ദ്രമാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ടീം ഷൊർണൂർ, നിങ്ങളുടേതാണ് ചോദ്യം. അറിയാമോ അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്? സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുകൊണ്ട് പൊതിഞ്ഞ വാഗ്ദാന പേടകവും മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയാണ് വാഗ്ദാന പേടകത്തിനകത്തുണ്ടായിരുന്നത്, അല്ലേ? ഒരല്പം ആലോചിക്കാമായിരുന്നു, കൂടെ നിൽക്കുന്നവരോട് സംസാരിക്കാം, അല്ലേ? നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ടീം ഷൊർണൂർ പാസ് ചെയ്യപ്പെടുകയാണ്. ടീം അഗളി. മന്ന വഹിച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും. ഉത്തരം ശരിയാണ്. ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. അഭിനന്ദനങ്ങൾ അഗളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം ഷൊർണൂർ 10 പോയിന്റ് തിരിച്ചു തരണം. സന്തോഷത്തോടെയാണോ തരുന്നത്? ആണ് എങ്കിൽ തരും. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്: സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇത് പറഞ്ഞിട്ട് ചിലർ സാധാരണ ചെയ്യാറുള്ള ഒരു തെറ്റ്. ടീം ഷൊർണൂർ. കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം പൂർത്തിയായില്ലെങ്കിൽ സാരമില്ല, ബസർ ചെയ്തേക്കാന്ന് വിചാരിച്ചത്. ഉത്തരം പറ. നിങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ചോദ്യം പൂർത്തീകരിക്കും. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരസ്പരം പര്യാലോചിക്കാം. ഇത് പറഞ്ഞിട്ട് ചിലർ സാധാരണ ചെയ്യാറുള്ള ഒരു തെറ്റ് നാം ചെയ്യരുതെന്ന് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നു. ഏതാണത് എന്നതായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരം സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ഉത്തരം ശരിയാണ്. ടീം ഷൊർണൂർ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. എബ്രായർക്കുള്ള ലേഖനം ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്: നിങ്ങൾ ചിലർ ചെയ്യാറുള്ളത് പോലെ ഒരു കാരണവശാലും നമ്മുടെ കൂട്ടായ്മകൾ ഉപേക്ഷിക്കരുത്. നമ്മുടെ സഭയുടെ കൂട്ടായ്മകൾ, തിരുസഭയുടെ ഒരുമിച്ച് വരൽ, സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത് തന്നെയാണ്. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ മടിപിടിക്കരുത്, മുടങ്ങരുത് എന്നൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് വളരെ ശക്തമായി പഠിപ്പിക്കുന്നത്. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഏത് ടീമുകളാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, എനിക്കുമുണ്ട്. നമുക്ക് ചോദിക്കാം. ഡോക്ടർ റോസലിൻ, ഹിമ. ടീം ഷൊർണൂർ 70 പോയിന്റ്സ്, ടീം അഗളി 80 പോയിന്റ്സ്, ടീം മംഗലം ഡാം 100 പോയിന്റ്സ്. ആദ്യത്തെ ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. ടീം അഗളി, ചിത്രങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആദ്യത്തെ ചോദ്യം: ഏത് സംഭവമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഏത് സംഭവമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വിശുദ്ധ പൗലോസിന് ന്യായാധിപ സംഘത്തിന് ഗാലിയുടെ മുന്നിൽ. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അറിഞ്ഞുകൂടാ. ഹിമകളി, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടുകയാണ്. മംഗലം ഡാം. ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്തുന്നു. ഉത്തരം തെറ്റാണ്. മംഗലം ഡാം. ഷൊർണൂർ.
12 ശിഷ്യന്മാരെ തലയിൽ കൈവച്ച് 12 ശിഷ്യന്മാരെ. ഉത്തരം തെറ്റാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാം? പൗലോസിന്റെ കരസ്പർശമേറ്റ അംഗവസ്ത്രങ്ങളും തൂവാലകളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ രോഗം സുഖപ്പെടുകയും അശുദ്ധാത്മാവ് അവരുടെ അടുത്തുനിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഉത്തരം ശരിയാണ്. സമയത്ത് പറയാത്ത ഉത്തരത്തിന് മാർക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരം തെറ്റാകുന്നില്ല. ഉത്തരം ശരിയാണ്. പൗലോസ്ലീഹായുടെ ശരീരസ്പർശനമേറ്റ വസ്ത്രങ്ങളും തൂവാലകളുമൊക്കെ അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ഒരുപക്ഷെ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളൊക്കെ അതിനെ ഇങ്ങനെ പുച്ഛത്തോടെ അവഗണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഓർക്കണം, അവരുടെ വലിയ ശക്തിയും ചൈതന്യവും വിശുദ്ധിയും പ്രസരിക്കുന്നവയാണ് ഈ തിരുശേഷിപ്പുകൾ. അതുകൊണ്ട് അവയുടെ സാമീപ്യവും അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതും തൊട്ടു വണങ്ങുന്നതുമൊക്കെ അത്ഭുതകരമായ സൗഖ്യങ്ങൾക്കും മറ്റത്ഭുതങ്ങൾക്കുമൊക്കെ കാരണമാണ്. അത്ഭുതങ്ങൾക്ക് മാത്രമല്ല, അവരുടെ ജീവിത വിശുദ്ധിയോട് നമുക്ക് ചേർന്ന് നിൽക്കാനുള്ള പ്രചോദനം നൽകാൻ അത് കാരണമായി തീരും. അതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനം 19:12 പരാമർശമാണ് ചിത്രീകരിച്ചിരുന്നത്. സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. ഷൊർണൂർ അത് മനസ്സിലാക്കുകയും ചെയ്തു. ടീം മംഗൽഡാം, കാർട്ടൂൺ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാർട്ടൂൺ പോലെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചിത്രം എന്താണ്? മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി. അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. മറ്റൊരു ഭവനമുണ്ട്, അതിനെന്ത് മണൽ അത് വീണുപോയി. മണൽപ്പുറത്ത് പണിത ഭവനം വീണുപോയതും പാറമേൽ പണിത ഭവനം നിലനിൽക്കുന്നതുമാണ് നിങ്ങൾ കണ്ടത്. എന്താണ് ഈ പാറമേൽ പണിത ഭവനം? എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ഈശോയുടെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറയുടെ മേൽ ഭവനം പണിതത് പോലെയാണ്. അതായത് ഇളകുകയില്ലാത്ത ഭവനം, മാറ്റം വരികയില്ലാത്ത ഭവനം, അത് സ്വർഗീയ ഭവനമാണ്. ആ ഭവനം നേടുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഭിനന്ദനങ്ങൾ മംഗൽഡാം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഷൊർണൂർ, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. ചിത്രം എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് തിരിച്ചറിയാം. ഉത്തരം പറയാം. സമയം കടന്നുപോയിരിക്കുന്നു. ടീം അഗളി, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്നവർ അവരുടെ ഗ്രന്ഥചുരുളുകൾ കൊണ്ടുവന്ന് കത്തിച്ചു കളയുന്നു. ഉത്തരം ശരിയാണ്. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന ചില ആളുകൾ അവരുടെ മന്ത്രവാദ ഗ്രന്ഥങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട് കൊണ്ടുവന്ന് കത്തിച്ചു കളയുന്നതാണ്. ആളുകൾ കാണുകെ കത്തിച്ചു കളയുന്നതാണ് അത്. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അത്രമാത്രം വിലപിടിപ്പുള്ളതെന്ന് ലോകം വിചാരിച്ചിരുന്നതൊക്കെ അവരുടെ മാനസാന്തരത്തെ തുടർന്ന് കത്തിച്ചു കളയുകയും സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം, കർത്താവിൻ്റെ വചനമാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അടുത്ത ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ സഹായിക്കാൻ വന്നിരിക്കുന്നവരാണ്. നിങ്ങളുടെ സഹായത്തിന് വിലയുണ്ട്. നിങ്ങളുടെ സഹായത്തിന് ഈ റൗണ്ടിൽ കൂടുതൽ പ്രാധാന്യമുണ്ട്. ചോദ്യം ആരംഭിക്കുന്നത് ടീം അഗളിയിൽ നിന്നാണ്. വിശ്വൻ, അമേരിക്കയിൽ വിന്റർ കാർണിവലിൻ്റെ ഭാഗമായി മിഷിഗൻ ടെക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഐസ് കൊണ്ട് നിർമ്മിച്ച ഒരു ചാപ്പലാണ് ചിത്രത്തിൽ. 2016 മുതൽ കൂട്ടായ്മയും വിശ്വാസവും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യുവജന കൂട്ടായ്മ ആരംഭിച്ചതാണ് ഐസ് കൊണ്ടുള്ള ചാപ്പൽ നിർമ്മാണം. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ ചാപ്പലിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഐസ് കൊണ്ട് പണിത, മഞ്ഞുകൊണ്ട് പണിത ഈ ദേവാലയത്തിന് കൊടുത്ത പേരെന്താ? വിന്റർ കാർണിവൽ. ഉത്തരമല്ലല്ലോ, അത് ഞാൻ പറഞ്ഞിരുന്നു.
ടീം അഗളി, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ്. മംഗലം ഡാം. അവർ ലേഡി ഓഫ് സ്നോസ്. ഉത്തരം ശരിയാണ്. അവർ ലേഡി ഓഫ് സ്നോസ്, മഞ്ഞിന്റെ മാതാവ്. ഉത്തരം ശരിയാണ്. മംഗലം ഡാം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മംഗലം ഡാം, കഴിഞ്ഞ മത്സരത്തിൽ എത്ര സ്ഥാനത്താണ് നിങ്ങൾ പ്രവേശിച്ചത്? 2ാം സ്ഥാനം. 2ാം സ്ഥാനമാണ്. ഇത്തവണ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന തൽക്കാലം മുന്നിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. ഈ ചോദ്യം നിർണായകമാണ്. ചോദ്യം: ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള കന്യാസ്ത്രീയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള 2ാമത്തെ വ്യക്തിയും യൂറോപ്പിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയുമാണ് ചിത്രത്തിൽ. ഫ്രാൻസിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ ജനിച്ച ഇവർ 19ാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും 40ാം വയസ്സിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹത്തിൽ ചേരുകയും ചെയ്തു. ആരാണ് 118 വയസ്സുള്ള ഈ സിസ്റ്റർ? സിസ്റ്റർ ലൂസൈൻ റണ്ടൻ. ഉത്തരം ശരിയാണ്. അത് സിസ്റ്റർ ലൂസൈൽ റണ്ടൻ ആണ്. അഭിനന്ദനങ്ങൾ ടീം മംഗലം ഡാം. ഈ പേരൊക്കെ എങ്ങനെയാണ് കാണാതെ പഠിച്ചത്? ആദ്യമായിട്ട് സാമ്യമുള്ള ഒരു പേരുണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ടീച്ചറാണ് നമ്മൾ അല്ലേ? അപ്പൊ അങ്ങനെ പഠിച്ച്. ഏതായിരുന്നു ആ സാമ്യമുള്ള പേര്? സൂസൈൻ. സൂസൈൻ. അതിനോട് ചേർത്തിട്ട് ലൂസൈൻ എന്ന് പഠിക്കാനുള്ള ഓരോരോ മാർഗങ്ങൾ അല്ലേ? അസോസിയേറ്റീവ് മെമ്മറി എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ചേർത്ത് വെച്ചാൽ പഠിക്കാൻ പറ്റും. ഞാനത് ചോദിക്കാൻ കാരണം നമ്മൾക്കും ബാക്കിയുള്ളവർക്കും അതൊരു സഹായകരമാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു മാർഗമാണ് ചില പേരുകളൊക്കെ പഠിക്കാൻ. നന്നായിരിക്കുന്നു. ശരിയായ ഉത്തരം. ഒരുപക്ഷെ ആ സിസ്റ്റർ വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ചാലും നിങ്ങൾ ഈ പേര് മറക്കാൻ സാധ്യതയില്ല. നമ്മൾ പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ടീം ഷൊർണൂർ റെഡിയാണ്? വിഷ്വൽ. ഓസ്ട്രേലിയൻ വംശജയായ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സഭാംഗമായ കന്യാസ്ത്രീ 1974 ദ ലോർഡ്സ് പ്രയർ എന്ന പേരിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥനയുടെ റോക്ക് പതിപ്പ് പുറത്തിറക്കിക്കൊണ്ട് ഒരു പോപ്പ് സ്റ്റാർ ആയി മാറി. US പോപ്പ് ചാർട്ടിൽ 4ാം സ്ഥാനത്തും ഓസ്ട്രേലിയയിൽ 3ാം സ്ഥാനത്തും എത്തിയ ഈ ഗാനം അനേകരെ ദൈവാനുഭവത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നയിച്ചു. ഈ ഗാനത്തിലൂടെ ലഭിച്ച വരുമാനം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി സിസ്റ്റർ മാറ്റിവെച്ചു. 2022 ജനുവരി 26 ഈ ലോകത്തോട് ഈ സിസ്റ്റർ വിട പറയുകയും ചെയ്തു. ആരാണ് ഈ സിസ്റ്റർ? സിസ്റ്റർ ജാനറ്റ് മീഡ്. ഉത്തരം ശരിയാണ്. ഇത് സിസ്റ്റർ ജാനറ്റ് മീഡ് ആണ്. അഭിനന്ദനങ്ങൾ ടീം ഷൊർണൂർ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. രസകരമായ വിഷ്വൽ റൗണ്ടിന്റെ സമാപനത്തിൽ ഏത് ടീമുകളാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്കോർ ബോർഡ് പ്ലീസ്. ടീം ഷൊർണൂർ 100 പോയിന്റ്സ്. ടീം അഗളി 100 പോയിന്റ്സ്. ടീം മംഗലം ഡാം 180 പോയിന്റ്സ്. മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനൊരു വചനഭാഗം നിങ്ങളോട് പറയും. ഞാൻ ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം മുതൽ നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം തുറക്കാം, ഞാൻ പറഞ്ഞ വചനഭാഗം കണ്ടെത്താം, അതിൽ വിരൽ വയ്ക്കാം. അതിനുശേഷം അതിന് തൊട്ട് മുൻപുള്ള വചനവും ഞാൻ പറഞ്ഞ വചനവും കൂടി എന്നെ വായിച്ച് കേൾപ്പിക്കും. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ചോദ്യം പാസ് ചെയ്യുന്നതല്ല. വ്യക്തമാണ്? നമുക്ക് ആരംഭിക്കാം. ടീം മംഗലം ഡാം, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടതകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കഷ്ടതകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഈ റൗണ്ടിന് സാധാരണ ലഭിക്കാവുന്നത് 30 പോയിന്റാണ്. പക്ഷേ ഈ റൗണ്ടിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? 20 സെക്കൻഡിനുള്ളിൽ
പൂർത്തീകരിക്കുന്ന ടീമിന് 10 പോയിന്റ് ക്വിസ് മാസ്റ്റർ സമ്മാനമായി കൂടി നൽകും. രണ്ടും കൂടി ചേർത്ത് മംഗൽ ഡാമിൽ ലഭിക്കുന്നു 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഷൊർണൂരിനുള്ളതാണ്. ചോദ്യം ഇതാ: അവർ മുറിവേറ്റ് നഗ്നരായി വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം. എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ടീം ഷൊർണൂർ, നിങ്ങളും അനുവദിച്ച സമയത്തിന് വളരെ മുന്നേ ഉത്തരം കൃത്യമായി ചെയ്തിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. ടീം അഗളി, നല്ല ടെൻഷനുണ്ടല്ലോ അല്ലേ? 2 ടീമുകൾ ഒപ്പത്തിനൊപ്പത്തിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ടെൻഷനുണ്ടോ? കുറച്ച് ടെൻഷനുണ്ട്. ചോദ്യം ഇതാണ്: എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. ഉത്തരം ശരിയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരു ഏതാനും സെക്കൻഡുകൾ കൂടി മുൻപ് കണ്ടിരുന്നെങ്കിൽ 10 പോയിന്റ് കൂടെ കിട്ടിയാൽ സാരമില്ല. ഈ മത്സരത്തിൻ്റെ ഏറെ ആകർഷകമായ ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്: ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. നിങ്ങൾ ഉത്തരം പറയുകയല്ല, ഉത്തരം ചെയ്ത് കാണിക്കുകയാണ്. ട്രഷർ ഹണ്ടാണ് നമ്മുടെ റൗണ്ട്. നിധിയാകുന്ന വചനം മുറിച്ച് വാക്കുകളായി തിരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം അനുവദിക്കുമ്പോൾ നിങ്ങൾ ആ വാക്കുകൾ പരിശോധിച്ച് അവയിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം ഏതാണെന്ന് കണ്ടെത്തണം. അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ട് വായിച്ച് കേൾപ്പിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം 1 മിനിറ്റാണ്. ടീം മംഗൽ ഡാം, വരൂ. നിങ്ങൾ തയ്യാറാണ് അല്ലേ? നമുക്ക് ആരംഭിക്കാം. 3, 2, 1, 0. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ശരിയാണ്, ശരിയാണ് മംഗൽ ഡാം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. സീറ്റുകളിലേക്ക് പോകാം. അടുത്ത അവസരം ഷൊർണൂരിൻ്റെതാണ്. ഷൊർണൂർ റെഡിയാണ്? വരൂ. നിങ്ങൾ റെഡിയാണ്? ടീം വർക്കാണ്. ആരംഭിക്കാം. 3, 2, 1, 0. മുപ്പത് സെക്കൻഡ് കൂടി.
15 സെക്കൻഡ് കൂടി. പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ അവനാകട്ടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ടീം ഷൊർണൂർ, ഇതൊരു ശരിയായ വാചകഘടനയാണോ? തെറ്റുണ്ടോ? നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവുകയാണ്. 10 സെക്കൻഡ് സമയം തരാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 10 പോയിന്റ് ആയിരിക്കും. ശരിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു? എടുക്കുന്നു. 3, 2, 1, 0. എന്നാൽ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനാകട്ടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ശരിയായോ? ശരിയായോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുമില്ല. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുമല്ല. വചനം ഇങ്ങനെയാണ്: എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ. അവിടെ ഒരു ചെറിയൊരു ഗ്രാമർ പ്രശ്നം മാത്രമല്ല ഉള്ളത്. എന്നാൽ അവനാകട്ടെ, ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ഈശോയാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നതാണ്. പക്ഷെ ഇതൊരു പരിപൂർണമായും തെറ്റെന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം എനിക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ മൈനസ് മാർക്ക് ഞാൻ തിരിച്ചെടുക്കുന്നില്ല, നിങ്ങളെ വെറുതെ വിടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോകാം. ടീമകളി റെഡിയാണ്? വരാം. ഓക്കെ, റെഡിയാ? സമയം ആരംഭിക്കാം അല്ലേ? 3, 2, 1, 0. പിടിച്ചു. സെക്കൻഡ് കൂടി. സമയം കടന്നുപോയിരിക്കുന്നു. ടീമകളി, ഒരവസരം കൂടെ തന്നാൽ, 10 സെക്കൻഡ് തന്നാൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ? കഴിയും. 10 സെക്കൻഡ് ഞാൻ തരും. നിങ്ങളതിൽ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നു. 10 സെക്കൻഡാണ് തരാൻ പോകുന്നത്. ആരംഭിക്കാം. 3, 2, 1, 0. രണ്ട്, 1, ടൈം ഔട്ട്. വചനം എങ്ങനെയാണ്? നിന്റെ ഔദാര്യം അത് നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സാലാകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അതായിരുന്നു ആ വചനം. നിങ്ങളുടെ ഉത്തരം തെറ്റാണ് ടീമകളി. തെറ്റാണെന്ന് മാത്രമല്ല, നിങ്ങൾ തെറ്റായ ഒരു തീരുമാനം കൂടി എടുത്തു. എന്താണ് നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതിന് മുൻപ് 10 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാം എന്ന് നിങ്ങൾ കരുതി. 10 പോയിന്റ് നഷ്ടപ്പെടുകയാണ്. ടീമകളി, നിങ്ങളുടെ 10 പോയിന്റ് തിരിച്ചു തരും. ടീമകളി, നിങ്ങൾക്ക് ഈ വചനം പൂർണ്ണമായി അറിയാമോ? അറിയാം എങ്കിൽ പറയൂ. നിന്റെ ഔദാര്യം നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സാലാകുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ടീമകളി, ഇരുപത്തിലേക്ക് പോകാം. ആവേശോജ്വലമായി മത്സരത്തിന്റെ 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയും 5ാമത്തെ റൗണ്ടിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ ആകാംക്ഷയുണ്ട്. പോയിന്റുകൾ എന്താണെന്നറിയാൻ. ടീം ഷൊർണൂർ 140 പോയിന്റ്സ്, ടീം അഗളി 120 പോയിന്റ്സ്, ടീം മംഗലം ഡാം 250 പോയിന്റ്സ്,
ചോദ്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ വില കൊടുത്തു വാങ്ങണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തേതിന് സഹായമുണ്ടാവില്ല. വ്യക്തമായി ആലോചിച്ച് നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിഗണിച്ച് വിവേകത്തോടുകൂടെ നിങ്ങൾക്ക് ചോദ്യം വേണോ എന്ന് തീരുമാനിക്കാം. നമ്മൾ ആരംഭിക്കുകയാണ്. ടീം ഷൊർണൂർ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി? മാർക്ക് വളരെ കുറവാണ്. മാർക്ക് വളരെ കുറവാണ്. റിസ്ക് എടുക്കാവുന്ന ഒരു പൊസിഷനിലാണോ? റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് 30 പോയിന്റ് തരേണ്ടി വരും. ഷൊർണൂർ ഇപ്പോൾ എത്രാം സ്ഥാനത്താണ്? ഇപ്പൊ 3-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് മാറുകയാണ് ഈ പോയിന്റുകൾ നിങ്ങൾ എനിക്ക് തരുമ്പോൾ. എങ്ങാനും ഇതിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപകടകരമാണ്. ഭയമുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ഒരു പേടിയില്ല. പേടിയില്ല. ഒരു പേടിയില്ല. ചോദ്യം ഇതാണ്: വിശ്വാസികൾക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന എന്ത് കൃപ വഴിയാണ് സ്വകാര്യ വെളിപാടുകളെ വിവേചിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്? വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഏത് കൃപയുടെ സഹായത്താലാണ് പ്രൈവറ്റ് റെവലേഷൻസ്, സ്വകാര്യ വെളിപാടുകൾ, അവയെ വിവേചിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്? പറഞ്ഞു വന്നത് പറയാം. പറഞ്ഞു വന്നയാൾ പറയാം. പരിശുദ്ധാത്മാവിന്റെ കൃപ. ഉത്തരം തെറ്റാണ് ടീം ഷൊർണൂർ. ഉത്തരം പറയുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ഇതുപോലെ നിർണായക ഘട്ടങ്ങളിൽ 2 കാര്യങ്ങൾ ചെയ്യാം. 1, അടുത്ത് നിൽക്കുന്നവരോട് ചോദിക്കാം. 2, ഹെൽപ്പ് ഡെസ്കിന്റെ സഹായവുമുണ്ട്. വല്ലാതെ ധൃതിപ്പെട്ടു അല്ലേ? സാരമില്ല. 30 പോയിന്റ് നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഒരു റിസ്ക് കൂടെ എടുക്കണം. എടുത്താൽ 40 പോയിന്റുമായി 2-ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റുമായിരിക്കും അല്ലേ? കണക്ക് ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യും? അത് കൊടുക്കാനാണ് തീരുമാനം. വിവേകപൂർണമായ തീരുമാനമാണോ? അതെ, തരും. നാൽപ്പത് പോയിന്റുകൾ കൈവിട്ട് കൊടുത്തപ്പോൾ ആശങ്കയില്ല അല്ലേ? ആശങ്കയുണ്ട്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിരന്തരം സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം, നിരന്തരം സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം എന്തിൻ്റെയൊക്കെ ഏകമേശയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഏകമേശയിൽ നിന്ന് സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം. ക്രിസ്തുവിന്റെ ശരീരമായ മേശയിൽ നിന്ന് സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം. ദൈവവചനത്തിന്റെയും പൂർത്തിയാക്കി ഒന്നുകൂടെ പറഞ്ഞു. ദൈവവചനത്തിന്റെയും ക്രിസ്തുവിന്റെ ഏകമേശയിൽ നിന്ന് സ്വീകരിക്കുന്ന ജീവൻ. ഉത്തരം പൂർണ്ണമല്ല. ടീം ഷൊർണൂർ ആലോചിക്കണം. വ്യക്തമായി ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു പറയാൻ. നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിന്റെ മേശയിൽ നിന്നും ക്രിസ്തു ശരീരത്തിന്റെ മേശയിൽ നിന്നും. ഏതൊക്കെയാണ് ഈ 2 മേശകൾ? ഇത് മനസ്സിലാക്കിയിരുന്നോ? അതുകൊണ്ടാണ് ആ പ്രശ്നം പറ്റിയത്. വചനത്തിന്റെ മേശ വിശുദ്ധ കുർബാനയിലെ താഴത്തെ മേശയാണ്. അതിന്റെ പേരെന്താണ്? ബേമ, വചനമേശ. അവിടെ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? വചനമാകുന്ന ക്രിസ്തുവിനെ പങ്കുവെക്കലാണ് വചനത്തിന്റെ ശുശ്രൂഷ. മുകളിലത്തെ മേശ ഏതാണ്? അൾത്താര, മധുബഹയിലാണ്. അവിടെ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരത്തെ പങ്കുവെക്കുന്നു. 2 ഈശോ തന്നെയാണ്. ഇത് വചനമാകുന്ന ഈശോ, ഇത് തൻ്റെ ശരീരരക്തങ്ങളാൽ സന്നിഹിതനാകുന്ന ഈശോ. ഇത് 2 പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്പം ആലോചിച്ചിരുന്നെങ്കിൽ എളുപ്പത്തിൽ അത് കിട്ടിയാൽ. 40 പോയിന്റ് കൂടി കൈവിട്ടിരിക്കുകയാണ്. ഇനിയുള്ളത് 100 പോയിന്റിന്റെ അവസരമാണ്. ആ 100 പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ മുകളിലേക്ക് എത്തും അല്ലേ? എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാനാണ് തീരുമാനം. 50 പോയിന്റ് വെച്ചുള്ള കളിയാണ്. തന്നോളൂ. 50 പോയിന്റുകൾ കൊടുത്ത് 100 പോയിന്റിനെ കുറിച്ച് സ്വപ്നം കാണുകയാണ് നിങ്ങൾ. ചോദ്യം ഇതാ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് തന്നെ. എവിടെയാണ് സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നത് എന്നാണ് CCC 104-ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്? ദൈവവചനത്തിൽ. ഉത്തരം ശരിയാണ്. ദൈവവചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലാണ് സഭ തൻ്റെ പോഷണം കണ്ടെത്തുന്നത്. അഭിനന്ദനങ്ങൾ ടീം ഷൊർണൂർ. 3-ാമത്തെ ചോദ്യം 100 പോയിന്റ് വിലയുള്ള ചോദ്യം. അഭിനന്ദനങ്ങൾ ടീം അഗളി. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചോദ്യം എടുക്കുകയാണോ? ആദ്യത്തെ ചോദ്യം എടുക്കാം. എന്തായാലും നമുക്കിപ്പോ ഒന്നും പോകാനില്ല. ഇനിയൊന്നും പോകാനില്ല. എടുക്കും.
ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ പരിശോധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ആധ്യാത്മിക അർത്ഥതലം. ആധ്യാത്മിക അർത്ഥതലത്തിനകത്ത് വീണ്ടും 3 അർത്ഥതലങ്ങൾ കൂടി കാണും. അതിൽ 2 എങ്കിലും പറയാം. പ്രതീകാത്മകാർത്ഥം, ധാർമ്മികാർത്ഥം, സനാതനാർത്ഥം. 3 അറിയാം. പ്രതീകാത്മക അർത്ഥം, ധാർമ്മികാർത്ഥം, സനാതന അർത്ഥം. അഭിനന്ദനങ്ങൾ ടീം മകളി. നിങ്ങൾ നേടിയിരിക്കുന്നു 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 60 പോയിന്റ് കിട്ടിയില്ലേ? ഒരു 40 കൊടുത്തിട്ട് ഒന്നുകൂടെ ശ്രമിച്ചാലോ? വേണ്ട. ശരി, നമുക്ക് പോകാം. ടീം മംഗലം ഡാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ? ചെറുതായിട്ട് ഭയപ്പെടാനുണ്ട്. എന്താണത്? 3 ക്വസ്റ്റ്യനും എടുത്തു കഴിഞ്ഞാൽ തെറ്റിയാൽ ബാക്കിലോട്ട് പോകും. 3 പോയാൽ ബാക്കിലേക്ക് പോകും അല്ലേ? നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? ഒന്നെടുത്ത് നോക്കും. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കിട്ടിയാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇനിയിപ്പോ അത് അങ്ങനെ നമ്മള് ഒരു ആദ്യത്തേത് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തരൂ. ചോദ്യം ഇതാണ്. എങ്ങനെ നടിക്കുന്ന വെളിപാടുകളെയാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത്? ഏത് തരത്തിലുള്ള, ഏത് സ്വഭാവമുള്ള കാണിക്കുന്ന, എങ്ങനെ നടിക്കുന്ന, അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾ പഠിച്ചത്. എങ്ങനെ നടിക്കുന്ന സ്വകാര്യ വെളിപാടുകളെയാണ് നമുക്ക് സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? ഹെൽപ്പ് ഡെസ്ക് വേണം? വേണം. കൊടുക്കും. സഹായം കിട്ടിയോ? കിട്ടിയില്ല. അവര് സഹായിച്ചില്ല. ഉത്തരം അറിയാമോ? ശ്രമിച്ചു നോക്കാം. ദൈവത്തിന്റെ വെളിപാടുകളെ തിരുത്തുന്നതോ മറികടക്കുന്നതോ ആയ. ഉത്തരം ശരിയാണ് ടീം മംഗലം ഡാം. ദൈവത്തിന്റെ വെളിപാടുകളെ തിരുത്തുന്നതോ മറികടക്കുന്നതോ ആയി നടിക്കുന്ന സ്വകാര്യ വെളിപാടുകളെ ആണ് സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. ഇതിനെന്തത്ര ആലോചിക്കാനുള്ളത്? ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞത് ഒരു ഭംഗിക്ക് പറഞ്ഞതാണ്. ടീം മംഗലം ഡാം, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഒരുപക്ഷെ ഹെൽപ്പ് ഡെസ്ക് കൂടാതെ ഇത് പറയാൻ പറ്റിയേനെ. പക്ഷെ നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് എടുത്തു. നഷ്ടമൊന്നുമില്ല, ലാഭവുമില്ല. നിങ്ങൾ തന്നത് അതേപടി തിരിച്ചു തരിക. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സേഫാണ്. അടുത്ത ചോദ്യം എടുക്കുന്നു. തരൂ. 40 പോയിന്റുകളാണ് ഇത്തവണ കൈവിടാൻ പോകുന്നത്. 40 പോയിന്റുകളാണ് പോയിരിക്കുന്നത്. വലിയ പേടിയൊന്നുമില്ലല്ലേ? നമ്മളൊക്കെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു വാചകമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ആരുടേതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. സെന്റ് അഗസ്റ്റിൻ. ഉത്തരം ശരിയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതാണിത്. അഭിനന്ദനങ്ങൾ ടീം മംഗലം ഡാം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. ആ വാചകത്തിന്റെ ഉള്ളർത്ഥം എന്താണെന്ന് മനസ്സിലായോ? തിരുസഭ ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ വചനത്തിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? വചനം എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്? സഭയുടെ ഹൃദയത്തിലാണ് അല്ലെ? സഭയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുസഭയാണ് വചനത്തിന്റെ സൂക്ഷിപ്പുകാരൻ. തിരുസഭയുടെ ഹൃദയത്തിലാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുസഭയെ മാറ്റി നിർത്തിയിട്ട് വചനം എടുത്താൽ അത് സ്വീകാര്യമാവില്ല. തിരുസഭയാണ് വചനം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് അങ്ങനെ പറഞ്ഞത്. ഇതാണ് വചനം എന്ന് കാണിച്ചു തന്നത് തിരുസഭാ മാതാവാണ്. അതുകൊണ്ട് അവളെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം എടുക്കുന്നില്ല. തീർത്താണോ പറയുന്നത്? 100 പോയിന്റ് കൂടെ കിട്ടാൻ പോവുകയാണ്. അവരുടെ ആഗ്രഹം അതാണ്. എടുക്കുന്നു എന്നാണ്. നിങ്ങളെ തന്നെ മാറ്റി പറയുക. എടുക്കാൻ പോവുക. എടുത്തോളൂ. മംഗലം ഡാം, നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിന് നിങ്ങൾ അത്ര വിശ്വാസമാണോ? ആയിരിക്കാം. നമുക്ക് ശരിക്കും നേരിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കാര്യമാണ് ഇതല്ലേ? അവർ പറഞ്ഞു അതുകൊണ്ട് എടുത്തു എന്ന് പറയാം. അങ്ങനെ പറയില്ല. ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ബോധനത്തിന് വേണ്ടിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ പരാമർശം. ഏത് അർത്ഥതലത്തിലുള്ള വ്യാഖ്യാനവുമായി
ബന്ധപ്പെട്ട് കിടക്കുന്ന പരാമർശമാണ് ഇത്. ധാർമ്മിക അർത്ഥത്തിൽപ്പെടുന്നതാണ്. എന്താ അങ്ങനെ പറഞ്ഞു? നമ്മുടെ ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ചായിരിക്കണം ഉണ്ടായിരിക്കണം. നമ്മൾ വചനം കേട്ടതുകൊണ്ട് മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കൂടെ. വചനത്തിന്റെ പ്രവർത്തന മേഖലയിലുള്ള വ്യാഖ്യാനം, അതിനെക്കുറിച്ചാണ് ധാർമ്മികാർത്ഥം, ശരിയായത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ടിമംഗൽ ഡാം, ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നമുക്ക് നോക്കാം ഓരോരുത്തരുടെയും പോയിന്റുകൾ എന്താണ്. ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആകാംക്ഷയോടെ സ്കോർ ബോർഡിലേക്ക്. 120 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം ഷൊർണൂർ. 150 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം അഗളി. 340 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം മംഗലം ഡാം. ടീം മംഗലം ഡാം, കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾ എത്രാം സ്ഥാനത്തായിരുന്നു? 2-ാം സ്ഥാനത്ത്. ഈ റൗണ്ടിൽ എത്രാം സ്ഥാനത്താകണമെന്നാണ് നിങ്ങൾ ആരംഭത്തിൽ പറഞ്ഞത്? 1-ാം സ്ഥാനം. അത് സംഭവിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നും. 2-ാം സ്ഥാനത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഒരു ടീം 1-ാം സ്ഥാനത്തേക്ക് കിടക്കുന്നത് അഭിനന്ദനാർഹമാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ടീം അഗളി, എന്തായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ? അടുത്ത റൗണ്ടിലേക്ക് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് കടക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് സംഭവിച്ചു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഞങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ പഠിക്കണം. ടീം ഷൊർണൂർ, എന്ത് തോന്നുന്നു? വിഷമം തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഉത്തരങ്ങൾ പറയാമായിരുന്നു, ഒരുങ്ങി പറയാമായിരുന്നു. പിന്നെന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഇടയ്ക്ക് അറിയണ ഉത്തരങ്ങളായിരുന്നു, പെട്ടെന്ന് അത് പറയാൻ കിട്ടിയില്ല. അല്പം ധൃതി കൂടി അല്ലേ? അല്പം നെർവസ് ആവുക എന്ന് പറയുന്നത് സാധാരണമാണ് അല്ലേ? നമ്മളൊരു പ്രൊഫഷണൽ പാർട്ടിസിപ്പൻസ് ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ ഈ തിരക്കുകളുടെ ഇടയ്ക്കും വീട്ടിലെ ജോലികളുടെ ഇടയ്ക്കും ഒക്കെ നിങ്ങൾ പഠിച്ച് ഒരുങ്ങിയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് സ്വാഭാവികമായ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയവും അതിൻ്റെതായ അശ്രദ്ധയൊക്കെ സ്വാഭാവികമാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ പ്രകടനം ഒരിക്കലും മോശമായിരുന്നില്ല. ഒരുപക്ഷെ അറിവ് മാത്രമല്ല, ചില ചോദ്യങ്ങൾ നമുക്കറിയാവുന്നത് തന്നെ വരണം. അങ്ങനെ വരികയും കൂടെ ചെയ്താലാണ് വിജയത്തിലേക്ക് നടക്കാൻ കഴിയും. നിങ്ങളുടെ പ്രകടനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്ത് ഇവരെ അഭിനന്ദിക്കാം. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. ടീം മംഗലം ഡാമിനെയും ടീം അഗളിയെയും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2-ന്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ സംരക്ഷണം അനുഭവിക്കുക. പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.